തമ്പാനൂർ സതീഷ്, പത്മിനി തോമസ് 14-ാം തീയതി ബി.ജെ.പിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കൾ. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ഒരാഴ്ച പിന്നിട്ടതേയുള്ളൂ. ഇനിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ക്യൂവിലാണെന്ന് പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ. പല സംസ്ഥാനങ്ങളിലും വിജയിപ്പിച്ചെടുത്ത ഓപ്പറേഷൻ താമര കേരളത്തിലും സജീവമാക്കുകയാണോ ബി.ജെ.പി? പാർട്ടിയിൽ നേരിട്ട അവഗണനകൾ എണ്ണിപ്പറഞ്ഞാണ് ഇന്നും നേതാക്കളുടെ കൂടുമാറ്റം. തിരുവനന്തപുരം DCCയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു തമ്പാനൂർ സതീഷ്. കെ കരുണാകരൻ്റെ പ്രതാപകാലത്തെ സന്തത സഹചാരി. പാർട്ടി പുനഃസംഘടനയിൽ തഴയുന്നതിലായിരുന്നു പരിഭവം. വെയിലും മഴയും കൊണ്ട് പ്രവർത്തകർ പിരിക്കുന്ന ഫണ്ട് KPCC പ്രസിഡന്റ് ദൂർത്തടിക്കുന്നുവെന്നാണ് ബി.ജെ.പിയിലെത്തിയ സതീഷിൻ്റെ പരാതി. UDF സർക്കാരിൻ്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു പത്മിനി തോമസ്. കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമടക്കമുള്ള മുൻ മുഖ്യമന്ത്രിമാരുമൊക്കെയായി മികച്ച ബന്ധം. KPCCയുടെ കായികവേദിയുടെ പ്രസിഡന്റ് പദവിയിലും ഇരുന്നിട്ടുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചെങ്കിലും ഒടുവിൽ തഴഞ്ഞു. സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പാർട്ടിയെന്നാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള പരാതി. മകനും കൂടി അംഗത്വമെടുത്താണ് ബി.ജെ.പിയിലേക്കുള്ള പോക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടി വിടുന്നത് ആരൊക്കെയെന്ന് കണ്ടറിയണം. ഒരു മുൻ മന്ത്രി അടക്കമുള്ളവരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി.ജെ.പി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ പ്രധാന ആയുധം. പത്മജ കൂടി പോയതോടെ അതിൻ്റെ മൂർച്ച കൂട്ടുകയും ചെയ്തു. RSS ശാഖയുടെ കാവലാളെന്നാണ് കെ സുധാകരനെക്കുറിച്ച് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. ബി.ജെ.പിയിലേക്ക് പോകാൻ തോന്നിയാൽ പോകുമെന്ന പഴയ വാക്കുകൾ അവർ ആവർത്തിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ദേശീയതലത്തിൽ ബി.ജെ.പിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോക്ക് ഒരു പുതുമയല്ലാതെ മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഓപ്പറേഷൻ താമരയ്ക്കായി ബി.ജെ.പി ഒഴുക്കുന്നത്. ആ ഓഫറുകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും വീണു പോവുകയാണോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ നോക്കൂ. മുൻ DCC പ്രസിഡന്റും ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന C. രഘുനാഥാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായ M. അബ്ദുൽ സലാം ആകട്ടെ കോൺഗ്രസ് നോമിനിയായി കാലിക്കറ്റ് VC-യായ ആളാണ്. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് എന്നത് കാത്തിരുന്നു തന്നെ കാണണം. ഇനിയും ഈ പട്ടിക വലുതായാൽ അത് ചെറിയ തിരിച്ചടിയായിരിക്കില്ല കോൺഗ്രസിന് നൽകുന്നത്. പാർട്ടി വിട്ടുപോകുന്നവരെ അവരുടെ വലിപ്പച്ചെറുപ്പം പറഞ്ഞ് അവഹേളിക്കുന്നതിലല്ല കാര്യം. കോൺഗ്രസിൽ മടുപ്പ് തോന്നിയാൽ എളുപ്പം സംഘിയാകാം എന്ന മനോഭാവം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് കണ്ടെത്തേണ്ടത്. ബി.ജെ.പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് പാർട്ടി മാറുന്നതിൻ്റെ കാരണം ആ നേതൃത്വം പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സാരം.